നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴിമ്പ്രം മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് നാളെ തുടക്കമാകും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ ചരമവാർഷികം ആചരിച്ചു. വാർത്തകൾ വിശദമായി. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ ഡിസംബർ 24 മുതൽ 31 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 24 6 മണിക്ക് അവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. തുടർന്ന് രാത്രി 7 നക്ഷത്ര പിരിഞ്ഞനം അവതരിപ്പിക്കുന്ന വീരനാട്യം കൈകൊട്ടിക്കളി ഉണ്ടായിരിക്കും. ഡിസംബർ 25 രാത്രി 7 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. രാത്രി 8 മണിക്ക് മ്യൂസിക്കൽ നൈറ്റ് നടക്കും. ഡിസംബർ 27 വൈകിട്ട് കൈകൊട്ടിക്കളി, ഒപ്പന. ഡിസംബർ 28 വൈകിട്ട് 6 മണിക്ക് ഓട്ടംതുള്ളൽ. മണലൂർ ഗോപിനാഥും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ ഉണ്ടായിരിക്കും. രാത്രി 7:30 വള്ളുവനാട് കൃഷ്ണകലാനിലയത്തിന്റെ ഞാറ്റുപാട്ട് ഫോക്ക് മെഗാ ഷോ. ഡിസംബർ 29 വൈകിട്ട് 6 മണിക്ക് കളരിപ്പയറ്റ്. തുടർന്ന് കൊല്ലം ഷാഫി അഖിൽ ദേവൻ ടീം അവതരിപ്പിക്കുന്ന ഗാനമേള. ഡിസംബർ 30 രാത്രി 8 മണിക്ക് റിമി ടോമി അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ലൈവ് ഷോ. ഡിസംബർ 31 കാരവൻ മ്യൂസിക്കൽ ബാൻഡ്. രാത്രി 10:30 DJ നൈറ്റ്. രാത്രി 12 മണിക്ക് ക്രിസ്മസ് പാപ്പ ഫയർ ഷോ. തുടർന്ന് വർണ്ണമഴയോടുകൂടി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ചെയർമാൻ CC മൂന്നൻ MLA, ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, കോർഡിനേറ്റർ പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, വാർഡ് മെമ്പർ PS ഷജിത്ത്, രക്ഷാധികാരി ബീദിഹരൻ നെടിയിരിപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞാൽ മറ്റന്നാള് നമ്മുടെ മന്ത്രി കെ രാജൻ വന്നതിൻ്റെ മറ്റുള്ള കർമ്മങ്ങൾ നടത്തും. പിന്നെ ഘട്ടം ഘട്ടമായി ഞങ്ങൾ പല മന്ത്രിമാരും ക്ഷണിച്ചിട്ടുണ്ട്. അവരെ സമയം നോക്കിയിട്ട് ഈ പരിപാടികൾക്ക് പങ്കെടുക്കാമെന്ന് ചില ഉറപ്പുകൾ ചിലർ നൽകിയിട്ടുണ്ട്. എന്തായാലും ബീച്ച് ഫെസ്റ്റിവൽ മാത്രം നടത്തിയാൽ പോരാ, ആൾക്കാരെ അറിയപ്പെടുന്ന രീതിയിലുള്ള ചില വികസനങ്ങൾ ആ പ്രദേശത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. KSSPU മതിലകം ബ്ലോക്ക് സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം യൂണിറ്റ് പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സാംസ്കാരിക സമിതി കൺവീനർ KB ബീന, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുൽ കരീം, അൽഫോൻസ, നാടക പ്രവർത്തകൻ മനോമോഹനൻ, MD സന്തോഷ്, യൂണിറ്റ് ട്രഷറർ കൈരളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അവതരിപ്പിക്കുമ്പോൾ എന്ത് കുഴപ്പം പറ്റിയാലും നമ്മൾ സഹിക്കും. വീട്ടുകാരെ പോലെയാണ്, അല്ലാണ്ട് അതിനെ കളിയാക്ക് വേറൊന്നും ചെയ്യുന്ന പരിപാടിയില്ല. അതുകൊണ്ട് കുടുംബയോഗങ്ങളിൽ ഇത്തരം പരിപാടികൾ സർവ്വസാധാരണമായി നടന്നു വരുന്നുണ്ട്. അതിലേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ചന്ദ്രിക ടീച്ചറും സരോൺ ടീച്ചറുമാണ് ഈ നമ്മുടെ യൂണിയനെ വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. അതൊരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. എനിക്കറിയാം, ഞാൻ സർവീസിലുള്ളപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും നടന്ന്, രാജ്യമായിട്ടുണ്ടാവും, നടന്ന് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി മെമ്പർഷിപ്പ് ചേർത്തി ആളുകൾ വർത്താനം പറഞ്ഞ് ഒക്കെയാണ് ഈ സംഘടന ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് നമ്മൾ എന്നിട്ടും ഞാൻ സെക്രട്ടറി ആയതിനു ശേഷവും ചന്ദ്ര ടീച്ചർ വേണ്ട കാര്യം ചെയ്തിരുന്നു. സാന്താക്ലോസും കരോൾ ഗാനങ്ങളുമായി CSM കിൻഡർ ഗാർഡനിൽ ക്രിസ്മസ് ആഘോഷിച്ചു. തിരുപ്പിറവിയുടെ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ട് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടികളും അധ്യാപകരും ചേർന്ന് മനോഹരമായ നൃത്തങ്ങളും പാട്ടുകളും അവതരിപ്പിച്ചു. CSM പ്രിൻസിപ്പൽ ഡോക്ടർ M ദിനേശ് ബാബു, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, PTA പ്രസിഡന്റ് ഇർഷാദ് ചേറ്റുവ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. KG ഇൻചാർജ് സൈറ ബാനു പരിപാടികൾക്ക് നേതൃത്വം നൽകി.
മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ 15ാം ചരമവാർഷികത്തിൽ വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. വാടാനപ്പള്ളി സെന്ററിൽ ചേർന്ന യോഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് രാഗനാഥൻ വൈക്കാട്ടിൽ, DCC സെക്രട്ടറി CM നൌഷാദ്, മണലൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷീജ ടീച്ചർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ REA നാസർ, അഹമ്മദ് ഉണ്ണി, CM രഘുനാഥ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KV സിജിത്ത്, ML സെബാസ്റ്റ്യൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹസീന താജുദ്ദീൻ, VS പ്രേംകുമാർ, സുനിൽ വാലത്ത് എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 15ാമത് ചരമവാർഷികം മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, PT ജോൺസൺ, ടോണി അത്താണിക്കൽ, പുഷ്പ വിശ്വംഭരൻ, സുനിത ബാബു, EVS രാമകൃഷ്ണൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, R പീതാംബരൻ, സ്വീറ്റി ബെന്നി എന്നിവർ സംസാരിച്ചു. ലീഡർ എന്ന ബഹുമതിക്ക് അർഹനായത് പ്രിയപ്പെട്ട കെ കരുണാകരൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ, അദ്ദേഹം കേരളത്തിന് സംഭാവന ചെയ്ത നൂതനമായ ആശയങ്ങൾ, ദീർഘവീക്ഷണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, എന്തിനേറെ പറയുന്നു, നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലെയുള്ള വലിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തുടക്കം കുറിച്ചത് കെ കരുണാകരനാണ്. മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാ സാംസ്കാരിക സന്ധ്യ തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പൂവില്ല, മാലില്ല, വിളക്കില്ല, തൂവലില്ല, എങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് എന്താ പറയുക, 10 ആൾ നിന്നാൽ പോലും മതിയാവാത്ത കാര്യങ്ങളാണ് ഇനി ഇവിടെ അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെയൊക്കെ ഓർമ്മകൾ നോക്കുമ്പോൾ ഈ അന്നത്തെ കാലത്ത് നിന്ന സൗകര്യങ്ങളില്ല. ഞാൻ ഓർക്കാണ് 1-2 കാര്യങ്ങൾ. കോലാട്ട രാധേട്ടൻ അന്ന് കൈയൊടിഞ്ഞിങ്ങനെ ഒരു പ്ലാസ്റ്റർ ഇട്ട് നിൽക്കുകയാണ്. ഏകദേശം 5 മണി സമയം, വിളക്കിൻ്റെ അന്നാണ് കേട്ടോ. ജനുവരി 1-ാം തീയതി വിളക്ക് അമ്പലം കൂട്ടി അവസാനിക്കുന്ന സമയമാണ്. ഏകദേശം ഒരു 4-4:30 മണിയായി കാണും. ആ നേരത്ത് പറയാണ് ഇളനീര് പൂജയ്ക്ക് കുറവാണ്. രാധേട്ടൻ അന്നൊക്കെ ചെത്തുകാരുള്ളത് കൊണ്ട് ഒരു പ്രശ്നമില്ല, ടക്ക് എന്നിട്ട് കയറാം. പക്ഷെ രാധേട്ടൻ്റെ കൈയോടിഞ്ഞ് കയറാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ പൂശ്ശേരി പ്രവചേട്ടൻ്റെ ബാക്കിലുണ്ട് പൂശ്ശേരി പ്രവചേട്ടൻ, അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിൻ്റെ വീടുമുറ്റത്തുള്ള ഒരു വലിയ തെങ്ങിൻ്റെ മുകളിൽ എന്നെ പിടിച്ച് കയറ്റി, കുരങ്ങൻ്റെ പോലെ കയറാമെന്ന് പറഞ്ഞു. ഞാൻ കയറി, എന്തോ ഒരു ദൈവകൃത്യനായിട്ട് കയറി ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് 3-4 ഇളനീരൊക്കെ വെട്ടി ഇവിടെ കൊണ്ടുപോയി കൊടുത്തു. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MT താജൻ, പ്രോഗ്രാം കൺവീനർ സുനിൽ കൊച്ചത്ത്, TG രഞ്ജിത്ത്, CS അജീഷ്, TM ബിജു, ഗംഗാ സുദർശ്, VA വൈശാഖ്, TC വിപിൻ, CH രാഹുൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ 24 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ മാറ്റുരയ്ക്കുന്ന ആഘോഷദിന രാത്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. ഡിസംബർ 29-ാം തീയതി വൈകിട്ട് 7 മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒരേ രീതിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ്. ഡിസംബർ 30-ന് വൈകിട്ട് 7 മണിക്ക് ആരാധകർക്ക് ആവേശമായ, കാണികൾക്ക് ഹരമായ, ജൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ 30-ന് വൈകിട്ട് 7 മണിക്ക്. ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8-ന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ, അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നീ ദൃശ്യവാദ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി 10 മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുത വാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും. ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിലയിൽ താളവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മഠത്തിൽ വരവ് മേളത്തിന് നെടുംനായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാതിൽ അകമ്പടി സേവിക്കുന്നു.
കൂടെ തിറയാട്ടവും ശിങ്കാരിക്കാവടിയും ശിങ്കാരിമേളവും. തിറവെള്ളാട്ട് ദിവസമായി ജനുവരി 3 ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി 100-ൽ-പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദ്യ കലാരൂപങ്ങളും അരങ്ങേറുന്നു. ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. രൂപക്കള ദർശനം പരമപുണ്യം, രൂപക്കള സ്പർശനം പാപമോചനം, രൂപക്കള സമർപ്പണം ത്രികാലദോഷമോചനം. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചുവരാം. സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന CKG വൈദ്യരുടെ 6ാം ചരമവാർഷികത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി അനുസ്മരണ യോഗം നടത്തി. DCC സെക്രട്ടറി K. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CKG വൈദ്യരുടെ വീട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അനിൽ പുളിക്കൽ ആമുഖ പ്രഭാഷണവും DCC സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് മുഖ്യ പ്രഭാഷണവും നടത്തി. DCC സെക്രട്ടറി VR വിജയൻ, CG അജിത് കുമാർ, AN സിദ്ധപ്രസാദ്, PSP നസീർ, P വിനു, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, സുബില പ്രസാദ്, നിഷ ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ്, സീന ഉണ്ണികൃഷ്ണൻ, മധു അന്തിക്കാട്ട്, സുധി ആലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ പ്രവർത്തകർക്ക്, പൊതുപ്രവർത്തകർക്ക്, ഞങ്ങൾക്കും എനിക്കും നമുക്കുമല്ല നല്ല പ്രചോദനവും മികച്ച മാതൃകയുമാണ്. തൻ്റെ സ്ഥാനമാനങ്ങൾക്കപ്പുറം പദവികൾക്കും അധികാര സ്ഥാനങ്ങൾക്കും അപ്പുറം തൻ്റെ വ്യക്തിത്വവും അഭിപ്രായവും നിലപാടും എന്നും എപ്പോഴും വളരെ ശക്തമായി മുറുകെ പിടിക്കുകയും അത്യുച്ചത്തിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത തൃപ്രയാറിന്റെ നിറസാന്നിധ്യമാണ് ശ്രീ CKG വൈദ്യർ. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയും നെഹ്റു സ്റ്റഡി സെന്ററിന്റെയും നേതൃത്വത്തിൽ അന്തിക്കാട് സ്വാന്തനം സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി.
പെരുങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് സാമൂഹ്യനീതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, കില ഫാക്കൽറ്റി അംഗങ്ങളായ രോഹിണി മുത്തൂർ, അനിത ബാബുരാജ്, സ്വാന്തന സ്കൂൾ MD MP ഷാജി, ട്രഷറർ സുധാകരൻ EG, അഡ്വക്കേറ്റ് ജോയ്, PTA പ്രസിഡന്റ് രാജി മോഹനൻ, പ്രധാനാധ്യാപകൻ റിജി MP, നാട്ടിയ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ പ്രഭ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ തുടക്കം ഈ നാൾ വരെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ഭാഗ്യമുള്ള ആളാണ്. പല കാര്യങ്ങളായിട്ടും പല പ്രാവശ്യങ്ങൾ വന്നു പോകുന്നത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല പരിചയമുള്ള മുഖമാണ്. ഇതോടെ നടക്കുന്ന പെരുങ്ങോട്ടുകര കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ ക്രിസ്മസ് പരിപാടിയിലേക്ക്, ന്യൂ ഇയർ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ക്ഷണിച്ചതിന് ആദ്യമായിട്ട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഷാജിയുടെ പ്രവർത്തനത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഈ സ്കൂൾ നിലവാരത്തിലുള്ള മാറ്റം ഞാൻ ആലോചിക്കുകയാണ്. ആദ്യമായിട്ട് വരുമ്പോൾ ചെറിയ ഷെഡും ചുറ്റുപാടമാറ്റം ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നത്. അതിൽ നിന്ന് ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ ഒരുപാട് മാറി കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും അവരുടെ സുഖത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിക്കുന്ന ഷാജിയുടെ പ്രവർത്തനങ്ങൾ എന്നും ഞാൻ പറയാനുള്ളതാണ്. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കടപ്പാട് ഷാജിയോടും മാറ്റിവെക്കുകയാണ് നമ്മളെല്ലാവരും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ചെറിയ വോട്ടിന് പരാജയപ്പെട്ട 15-ാം വാർഡിലെ സെക്കീന റസാഖ്, 17-ാം വാർഡിലെ സ്ഥാനാർത്ഥി ഷീജ ജോഷി, ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ആൻഡോ തൊറയൻ എന്നിവർ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിലും 15-17 വാർഡുകളിലെ മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളെ ചേർത്ത് നിർത്തി ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി. തൊഴിലിടങ്ങളിൽ കേക്ക് മുറിച്ച് നൽകിയാണ് ആഘോഷം നടത്തിയത്. വിജയ ബാബു, കുര്യാക്കോസ്, രജനി, മിനി ആനന്ദ്, പ്രിയ സന്തോഷ്, സൈമൺ പെരുമാടൻ എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി പുത്തൻപീടിക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. പള്ളി ഹാളിൽ നടന്ന ആഘോഷം ഇടവക വികാരിയും യൂണിറ്റ് ഡയറക്ടറുമായ റവറന്റ് ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. പോൾ PA, വിൻസെന്റ് മാടശ്ശേരി, AC ജോസഫ്, ഷാലി ഫ്രാൻസിസ്, ജെസി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്.
സ്പർശ ആയുർവേദിക് ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപ്രയ. വാർത്തയിലേക്ക് തിരിച്ചുവരാം. പുത്തൻപീടിക സെന്റ് ആണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ 24 കുടുംബ കൂട്ടായ്മയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന കിറ്റ് വിതരണം നടത്തി. ആദ്യ ദിവ്യബലിക്ക് ശേഷം പള്ളിയിൽ നടന്ന ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഇടവക ഡയറക്ടർ റവറൻ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി പലവ്യഞ്ജന കിറ്റ് വിതരണ ഉദ്ഘാടനം നടത്തി. കൈക്കാരൻ ജോബി ചെറുമൽ, ഭാരവാഹികളായ പോൾ പി എ, വിൻസെന്റ് മടശ്ശേരി, AC ജോസഫ്, ഷാലി ഫ്രാൻസിസ്, ജെസി വർഗീസ്, കൺവീനർ ലൂയിസ് താണിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ആൽഡ്രിൻ ജോസ്, ലാലി ജോസ്, ആനി ജോയ്, ബിജു ബാബു, വിൻസെന്റ് KV, ജോജി മാളിയക്കൽ, മിനി ആൻഡോ, റോസ് മോൾ ജോസഫ്, ലീഡി സുനിൽ എന്നിവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റുന്നതിലും നിയമങ്ങൾ ദൈനംദിന മാറ്റങ്ങൾ വരുത്തി തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ കയ്യിലേന്തി നിൽപ്പ് സമരം നടത്തി. ആൻഡോ തൊറയൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. മാറ്റുമാരായ സജിത സുനിൽ, കിസ്മത്ത് പിയൂസ്, ലില്ലി ജോസ് കൊമ്പൻ, ADS പ്രസിഡന്റും തൊഴിലുറപ്പ് തൊഴിലാളിയുമായ വിജയ പ്രകാശൻ, ഗിരിജ കൊടപ്പുള്ളി എന്നിവർ സംസാരിച്ചു. കാരമുക്ക് ഒഫൻഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 3ാം വാർഷികാഘോഷം ഡിസംബർ 27-ന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബിനോൾ പോൾ, കൺവീനർ ഷെനിൽ ഗണസു, സെക്രട്ടറി OK ശശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 31 വർഷം മുമ്പ് രൂപവൽക്കരിച്ച ക്ലബിൻ്റെ പ്രവർത്തനം നിലച്ചതോടെ 3 വർഷം മുമ്പ് വീണ്ടും പ്രവർത്തനം സജ്ജമാക്കുകയായിരുന്നു. ഇപ്പോൾ 100ഓളം പ്രവർത്തകരുണ്ട് ക്ലബിൽ. വാർഷികം പ്രമാണിച്ച് 2 പേർക്ക് ചികിത്സാ സഹായം നൽകും. ജില്ലാ പഞ്ചഗുസ്തി മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ വിജിൽ വിദ്യാസാഗറിനെ ചടങ്ങിൽ ആദരിക്കും. പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കലാകായിക രംഗത്ത് പുതുതലമുറയെ വളർത്തി കൊണ്ടുവരാനും കാരുണ്യരംഗത്ത് പ്രവർത്തനം ശക്തമാക്കാനുമുള്ള ഇടപെടൽ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാരമുക്ക് SNGS സ്കൂൾ മൈതാനത്ത് ഡിസംബർ 27 രാത്രി 7 മണിക്ക് ക്ലബ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ വാഴപ്പള്ളി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിമ്പ്രം മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് നാളെ തുടക്കമാകും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ലീഡർ K കരുണാകരന്റെ ചരമവാർഷികം ആചരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.